ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ട ഖത്തറിന്റെ വ്യോമപാത തുറന്നു. കേരളത്തിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളാണ് വ്യോമപാത അടച്ചതോടെ റദ്ദാക്കിയത്. വിമാന കമ്പനികൾ സർവീസുകൾ പുനഃക്രമീകരിച്ചു. യാത്രക്കാരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചതായി ഖത്തർ എയർവേസ് അറിയിച്ചു. വ്യോമപാത തുറന്നതിനെ തുടർന്ന് ഖത്തറിലേക്കുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനം, തിരുവനന്തപുരം അബുദാബി എത്തിഹാദ്, തിരുവനന്തപുരം ഷാർജ എയർ അറേബ്യ എന്നിവ പുറപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് വിമാനങ്ങൾ എത്തിയതും പുറപ്പെട്ടതും. 8 വിമാനങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 12 വിമാന സർവീസുകൾ റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 8ഉം ഇൻഡിഗോയുടെ 4 സർവീസുകളാണ് റദ്ദാക്കിയത്. ദോഹയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം തിരിച്ചിറക്കി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 7 സർവീസാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 17 വിമാന സർവീസുകൾ റദ്ദാക്കി. ഇതോടെ പല യാത്രക്കാരും തിരികെ പോയി. ഞങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞാണ് രണ്ടാമത് ആ ഓൺ ടൈമാണ് ഇത് നടക്കുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് 30 മേടിച്ച് 1 മേടിച്ച് അങ്ങനെയൊക്കെ മേടിച്ച് അത് എപ്പോൾ അവർക്ക് അറിയുന്നില്ല. അവർക്ക് അപ്ഡേറ്റ് കിട്ടിയില്ലാണ് പറയുന്നത്. എനിക്ക് കിട്ടി. എപ്പോഴാണ് അതിൻ്റെ ടൈം? എനിക്ക് അതിന് 15 ദിവസം മാറ്റിയിട്ട് അതിൻ്റെ പ്രശ്നം നടക്കുന്നില്ല. കുറേ ആൾക്കാർക്ക് ഇന്ന് പോകുന്ന ടിക്കറ്റ് എടുത്ത്, പക്ഷേ അവർക്ക് പോകാനൊക്കെ അവർക്ക് അറിയില്ല. സർവീസുകൾ പുനരാരംഭിക്കുന്നതായും സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും ഇൻഡിഗോ അറിയിച്ചു. മറ്റ് എയർലൈൻ കമ്പനികളും സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.